ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ പറയുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ടോ. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് അടുക്കാറായപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അവസാന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രിലിംസ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ക്വാളിഫൈങ് എക്സാമാണ്. ഈ ഒരു എക്സാമിൽ ഒരുപാട് മാർക്കൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് കടന്നുവിടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ ശ്രമിക്കേണ്ടത്. കാരണം പ്രിലിംസിൽ എത്ര മാർക്ക് കിട്ടിയാലും അത് നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റിലൊന്നും അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. മെയിൻസിൽ കിട്ടുന്ന ഓരോ മാർക്കുമാണ് നമ്മളെ റാങ്ക് ഹോൾഡർ ആക്കാൻ പോകുന്നത്. അപ്പോൾ കഷ്ടിച്ച് 2 മാസം മാത്രമാണ് ഇനി എക്സാമിന് വേണ്ടിയിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മാസത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രിലിംസ് എക്സാം കടന്നുകൂടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഡിഗ്രി പ്രിലിംസ് മാത്രം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാതിരിക്കുക. ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാനും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ വാക്കൻസികളൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല അത് സ്റ്റേറ്റ് വൈഡ് എക്സാമും കൂടിയാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ ആണെന്നുണ്ടെങ്കിലും LSTS ആണെന്നുണ്ടെങ്കിലും അതുപോലെ SI ഏത് പരീക്ഷകൾ എടുക്കുകയാണെങ്കിലും എല്ലാം സ്റ്റേറ്റ് വൈഡ് എക്സാമുകളാണ്. പക്ഷേ അത് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. 5-6 ലക്ഷം ആപ്ലിക്കൻസ് ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും അതിന് മാത്രമുള്ള വേക്കൻസി ആ ഒരു പരീക്ഷകളിൽ നൽകുന്നുമില്ല. ഇപ്പോൾ LSTS ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന വേക്കൻസി എന്ന് പറയുന്നത് മാക്സിമം 250-300 ഒക്കെയാണ്. അപ്പം അത് അടങ്ങൂ എന്ന് വിചാരിച്ചിട്ടിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ LSTS പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു ബാക്കപ്പായിട്ട് LD അല്ലെന്നുണ്ടെങ്കിൽ LP UP അതെങ്കിൽ SI ICDS ഏതെങ്കിലും ഒരു പരീക്ഷകളും കൂടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഇനിയിപ്പോൾ LSTS കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 2024 കഴിയുന്നതോടെ ഒരു മാസ് സീരീസ് ഓഫ് എക്സാംസ് ആണ് കഴിയാൻ പോകുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല എക്സാമുകളൊന്നും നമ്മുടെ PSCയിൽ വരാനില്ല. ഇനി ഒരു 2-3 വർഷത്തേക്ക് നമുക്ക് വേറെ യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. സോ ഈ 2024 തന്നെ നമ്മൾ നമ്മുടെ ഒരു റാങ്ക് ഉറപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പഠനം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുറേ പേരുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാൻ, നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ഡിഗ്രി പ്രിലിംസ് നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ പ്രിലിംസ് എക്സാമിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മെയിൻസിന് വേറെ സ്ട്രാറ്റജിയാണ്. മെയിൻസിന് ഓരോ മാർക്കും വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് അത്രയും നിർബന്ധമുള്ളൊരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ പ്രിലിംസ് അങ്ങനെയല്ല കേട്ടോ. പ്രിലിംസിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമുണ്ട്. എന്നാലും ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് പലരുടെയും തലവേദനയായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള 10th പ്രിലിംസ് +2 പ്രിലിംസ് പോലെ അത്രയ്ക്ക് എളുപ്പത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു കടമ്പയല്ല. മാത്രമല്ല അത്യാവശ്യം ചോദ്യങ്ങളുടെ നിലവാരം എല്ലാം വളരെ ഹൈ ലെവലായിട്ടാണ് വരിക. പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. SCRT NCRT റാങ്ക് ഫയൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 മാസം കൊണ്ട് എന്തായാലും നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമുക്ക് കുറച്ച് ഫോക്കസ് ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിലിംസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്ന ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് ഡിഗ്രി പ്രിലിംസ് കടന്നുകൂടാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഈ 3 ഏരിയയിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു 50 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. പഠിച്ചിട്ടുണ്ട് പറഞ്ഞാൽ എല്ലാം കിട്ടും എന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഡിഗ്രി മെയിൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് കടുപ്പമുള്ളതാണ്. കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടി നടന്നതിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേജ് മാത്രം ചെറിയൊരു സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ. പക്ഷേ 2021-ലും 2022-ലും 2021-ലൊക്കെ നടന്നിട്ടുള്ള എക്സാമുകൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സൊക്കെ അത്യാവശ്യം നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് പഠിക്കാതെ വേറെ ഒരു നിവർത്തിയില്ല. ബാക്കിയുള്ള GK പോർഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഏരിയ ആണ്. പാറ്റേൺസ് സെയിം ആണ്. എന്നാൽ GK പോർഷൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്രൂക്കഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം പുതിയ പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് വരും, ഒരുപാട് റയർ ഫാക്ട്സ് കടന്നു വരും. സോ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ പറഞ്ഞാലും ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ ഫോക്കസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ഏരിയാസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണ് നമ്മുടെ GK പോർഷൻസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ സ്റ്റാറ്റിക് ഏരിയ എന്ന് പറയുന്ന ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഡെയിലി വർക്കൗട്ട് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്.
അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ റിവിഷനും പ്രാക്ടീസിനും കൂടെ സമയം കൊടുക്കുക. നിങ്ങൾ ഒരു ദിവസം എത്ര കൂടുതൽ സമയം പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ശരി, കുറച്ച് സമയം പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ പഠനത്തിൻ്റെ ടൈമിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന സമയം ഒരു 50% നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള 25% ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള 25% പഠിച്ച കാര്യങ്ങൾ തന്നെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക. ആദ്യത്തെ ഒരു മാസം ഇങ്ങനെ തന്നെ പോയാൽ മതി. നെക്സ്റ്റ് മന്ത് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുന്ന സമയം കുറയ്ക്കുക, പ്രാക്ടീസിനും റിവിഷനും കൂടുതൽ സമയം കൊടുക്കുക. അപ്പോൾ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാം നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കൊക്കെ വളരെ കുറവായിരിക്കും. എന്ന് കരുതി നെഗറ്റീവ് അടിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ നെഗറ്റീവ് അടിക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ ആദ്യത്തെ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെറുതായിട്ട് കോൺഫിഡൻസ് എല്ലാം കയറും. അപ്പോൾ GK പോർഷൻസ് വളരെ വലുതായിട്ട് വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം എല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് പോസിബിൾ അല്ല. അപ്പോൾ ആദ്യത്തെ ആ ഒരു മാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള മാക്സിമം ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ നോട്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക. പഠിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ റിവിഷനും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡിഗ്രി പ്രിലിംസിന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ റിപ്പീറ്റ് അടിച്ച് വരുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു തരാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവും വേണ്ട. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ അനലൈസ് ചെയ്യുന്നവർക്ക് ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ അറിയുന്നുണ്ടാവും. PSC ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ടോപ്പിക്കുകളാണ്, ഹോട്ട് ടോപ്പിക്സ് എന്ന് തന്നെ പറയാം. കാരണം ഈ നിങ്ങൾ പ്രിലിംസിൽ അല്ലെങ്കിൽ സിലബസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അത് എല്ലാം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മാർക്ക് കിട്ടുന്ന പോലെ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്മാർട്ട് വർക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പഠിച്ചാലും കിട്ടുമോ എന്ന് ചോദിക്കുന്നവർ കുറേ ഉണ്ട്. അപ്പോൾ ഇനി പഠിച്ചാലും കിട്ടും, പക്ഷേ നിങ്ങൾ സ്മാർട്ട് വർക്ക് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും കുറച്ച് ഹോട്ട് ടോപ്പിക്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതെല്ലാം നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കറണ്ട് അഫെയർസിനെ കുറിച്ച് പറയാം. നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ കറണ്ട് അഫെയർസ് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിലും എല്ലാ ടോപ്പിക് വൈസിലും കറണ്ട് അഫെയർസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കലാ, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലും കൂടുതൽ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് വരാറുള്ളത്. അപ്പോൾ കറണ്ട് അഫെയർസിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് അവാർഡ്സാണ് കേട്ടോ. ഇതിൽ സിനിമ അവാർഡ്സും വരുന്നുണ്ട്, നൊബേൽസ് വരുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ അവാർഡ്സും നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന പദവിയിലിരിക്കുന്ന വ്യക്തികളെല്ലാം നോക്കുക. അതുപോലെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വെന്യൂ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വേദികൾ, അതായത് ബ്രിക്സ്, G20 ഇതെല്ലാം നടന്ന വേദികൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അതുപോലെ ലേറ്റസ്റ്റ് സ്പോർട്സ് ഇവൻറ്റ്സ്, ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് എല്ലാം അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ISROയുടെ റീസെൻറ്റ് ലോഞ്ചസ് എന്ന് പറയുമ്പോൾ കുറച്ച് പഴയത് നോക്കാനാണ് കേട്ടോ. അപ്പോൾ അതായത് ചന്ദ്രയാൻ 1, 2, 3, ഗഗൻയാൻ, മംഗൾയാൻ, ആദിത്യ എല്ലാം നോക്കണം. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ക്യാബിനറ്റ് നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ആയത് കാരണം സെൻട്രൽ ക്യാബിനറ്റിനായിരിക്കും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അതേപോലെ LDCക്കും യൂണിവേഴ്സിറ്റി LGSനൊക്കെ നമ്മുടെ കേരള മന്ത്രിസഭയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിലും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ദെൻ കേരള ഹിസ്റ്ററിയിൽ നിന്നും അറൈവൽസ് ഓഫ് യൂറോപ്യൻസ്, മാർത്താണ്ഡവർമ്മ, നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരള ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ത്യൻ ഹിസ്റ്ററി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1857 റിവോൾട്ട്, കോൺഗ്രസ് ഫോർമേഷൻ, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്, മഹാത്മാഗാന്ധി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951 ഇതെല്ലാം കുറച്ച് കൂടുതൽ നോക്കാനുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഇംഗ്ലണ്ടിലെ വിപ്ലവം, അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ് എന്നീ ഭാഗങ്ങളിലെ വിപ്ലവങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവൽ എക്സാംസിന് കേരള ജോഗ്രഫിക്ക് വലിയ പ്രാധാന്യമില്ല. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും ഇന്ത്യൻ ഫിസിയോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കേപ്പൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൈമറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സിവിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, സോഷ്യൽ വെൽഫെയർ ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പഞ്ചായത്ത് രാജ്, എമർജൻസി ഇതിനൊക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് കമ്പ്യൂട്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. 5 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. ഇതിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, നെറ്റ്വർക്ക് ഡിവൈസസ്, സൈബർ ലോസ് ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. നെക്സ്റ്റ് കലാ, സാഹിത്യം, സംസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കൂടുതൽ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് സമയം അതിന് ചിലവഴിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം അതുപോലെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കണ്ട എന്നല്ല, അറ്റ്ലീസ്റ്റ് ഇത്രയും ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ബാക്കിയുള്ള ടോപ്പിക്കുകളും പഠിക്കണം കേട്ടോ. സമയം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ സമയം പഠിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. പിന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ റിവിഷൻ നന്നായിട്ട് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റിവിഷൻ്റെ ഒരു മേജർ പോർഷൻ അങ്ങനെ കഴിഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിനൊന്നും സെപ്പറേറ്റ് ടൈം കൊടുത്തിട്ടില്ലെന്നെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം ആ ഒരു രീതിയിൽ തന്നെ റിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നിങ്ങൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബാക്കോട്ട് പോകരുത്. കാരണം നിങ്ങൾക്ക് എക്സാം ഹാളിൽ സ്ട്രെസ് മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ചിട്ട് ആ ഒരു വരാൻ പോകുന്ന ആ ഒരു എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു പരീക്ഷയെക്കുറിച്ച് ഏകദേശം ഒരു ബ്ലൂ പ്രിൻറ്റ് പോലെ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജിയിൽ ടൈം ടേബിൾ എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. നിസ്സാരമായിട്ട് കാണരുത്, എന്നാൽ ഒരുപാട് വലിയൊരു കാര്യമായിട്ടും കാണരുത്. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു 60, 50, 40 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാമിൻ്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കുറയും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. നെഗറ്റീവ് വരുന്നു, നെഗറ്റീവ് കൂടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഇതെല്ലാം എക്സാമിൻ്റെ ഒരു പാർട്ട് ഓഫ് ജേണിയാണ്. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതെല്ലാം പതിയെ ശരിയായിക്കോളും. പിന്നെ വീഡിയോയിൽ സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുവാണ്. പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയ വ്ളോഗ്സും ടിപ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതൊരിക്കും ബൈ.